രാഹുൽ ഗാന്ധിയെ വല്ലാതെ ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു ബിജെപി. इसीलिए जब इन्होंने हमारा ऑफिस तोड़ा, मैंने सोचा भैया मौका मिल गया, अब हम इनको सबक सिखाएंगे. जैसे इन्होंने हमारा ऑफिस तोड़ा, वैसे ही हम उनकी सरकार को तोड़ने जा रहे हैं. അതിന്റെ തെളിവ് ഗുജറാത്തിൽ ഇപ്പോൾ നമുക്ക് കാണാം. ഗുജറാത്തിലെ കോൺഗ്രസ് ഓഫീസ് ഇരുളിന്റെ മറവിൽ ബിജെപി സംഘപരിവാർ അനുകൂലികൾ തല്ലി തകർത്തിരിക്കുന്നു. എന്താണ് കാരണം? രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു വിരുദ്ധ പ്രസ്താവനയിലുള്ള പ്രതിഷേധമാണെന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞു ഗുജറാത്തിലെ ഭരണവും കോൺഗ്രസ് പിടിക്കുമെന്ന്. കാരണം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച് ഹിന്ദുത്വം പറഞ്ഞ് വോട്ട് തെണ്ടിയ ബിജെപിയെ അടിച്ചൊതുക്കി മൂലക്കിരുത്താൻ അയോധ്യയിലും യു.പിയിലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. സ്മൃതി ഇറാനിക്ക് 8ന്റെ പണി കൊടുത്ത ആയമ്മയെ വീട്ടിലിരുത്താനും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കഴിഞ്ഞിട്ടുണ്ട്. 400 സീറ്റെന്ന് പറഞ്ഞ മോദിയെ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ സൈഡാക്കി 2 പ്രാദേശിക പാർട്ടികളുടെ ഔദാര്യത്തിൽ ഭരിക്കാൻ വിട്ടിട്ടുണ്ട് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് പിടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്ന് ബി.ജെ.പിക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണ് അതിൻ്റെ ദേഷ്യം കോൺഗ്രസ് ഓഫീസ് തകർത്തുകൊണ്ട് അവിടെ ബി.ജെ.പിയും സംഘപരിവാറുകാരും തീർത്തത്. हमारा काम ये जो लगा रखा है मैंने आज, ये जो चिन्ह लगा रखा है, इसको क्या कहते हैं? अभय मुद्रा कहते हैं. ये आपका चिन्ह है, इसको भूलो मत. आप आज वापस जाओगे, अलग अलग धर्म के लोग हो आप, हर धर्म में यह चिन्ह आपको दिखाई देगा. गुरु नानक जी की फोटो देखिए, महावीर की देखिए, बुद्धा की देखिए. इस्लाम में भी जैसे मैंने पार्लियामेंट में कहा, दुआ मांगी जाती है, दोनों हाथ से ऐसे मांगी जाती है. आप शिव जी की फोटो देखिए, उसमें आपको यह दिखाई देगा. और इसका मतलब है डरो मत, डराओ मत. ഒന്ന് ആലോചിച്ച് നോക്കുക. കോൺഗ്രസ് ജനാധിപത്യപരമായ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ജനാധിപത്യപരമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് പ്രതിപക്ഷ നേതാവായാണ് പപ്പുമോൻ എന്ന വിളിക്ക് മറുപടി കൊടുത്തത്. ഭാരത് ജോഡോ യാത്ര കേവലം ഒരു സ്നേരം പോക്കാണെന്ന് കളിയാക്കിയവർക്കൊക്കെ 2 സംസ്ഥാനങ്ങളിലെ ഭരണം തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തുകൊണ്ടാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മറുപടി കൊടുത്തത്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുന്നവരുടെയൊക്കെ ആ സംസാരം അധികം വൈകാതെ നിലയ്ക്കുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഗുജറാത്തിലും കൈവച്ച് ഗുജറാത്തിലെ ഭരണം ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അപായ സൂചനയായി തന്നെ ബി.ജെ.പിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തൊട്ടു പിന്നാലെ ബി.ജെ.പിക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികൾ അവിടെ രാജീവ് ഗാന്ധി ഭവൻ തകർത്തത്. ഇത് രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ നശിപ്പിച്ചു, രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തിൽ കറുപ്പ് പെയിൻ്റ് അടിച്ചു, ഓഫീസിൽ കറുപ്പ് നിറം അടിച്ചു. അതുപോലെ തന്നെ അവിടെ ചില കോൺഗ്രസ് പരിപാടികൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയുടെയൊക്കെ ചിത്രം വെച്ച് തയ്യാറാക്കിയിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ, കൊടികളൊക്കെ ഇവർ നശിപ്പിച്ചു. പക്ഷേ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പിന്നീട് കോൺഗ്രസ്സുകാർ സംഘടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ടാകുന്നു. അതായത് ജനാധിപത്യപരമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഞങ്ങൾ വിജയിക്കും, ഗുജറാത്ത് പിടിച്ചെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ബി.ജെ.പിയുടെയും സംഘപരിവാറിൻ്റെയും അതിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത് വയലൻസിൻ്റെ രൂപത്തിലാണ്, സംഘർഷമുണ്ടാക്കലാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ പാർട്ടി ഓഫീസിലേക്ക് ധൈര്യസമേതം കടന്നു വന്നു. അദ്ദേഹം പാർട്ടി ഓഫീസിനുള്ളിൽ കയറി അവിടെ മുഴുവൻ സ്ഥിതിഗതികൾ പരിശോധിച്ചു. അപ്പുറത്തെ സംഘപരിവാർ, VHP, ബജ്രംഗ് ദൾ തുടങ്ങിയ സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുകയും അഫിലിയേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ, സെഫ്രോൺ പൊളിറ്റിക്സിൻ്റെ, കാവ്യരാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ ഒരു സൈഡിൽ നിൽക്കുകയാണ്. അവർ കലിപൂണ്ട് നിൽക്കുകയാണ്. അവർ തുടർച്ചയായി കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ കല്ലെറിയുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് വരുന്നൊരു വാർത്ത, ബി.ജെ.പിയുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വൈകിട്ട് 4 മണിയോടെ നടക്കാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ചുള്ള സന്ദേശം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് എല്ലാവരും കല്ലെറിയാൻ കോൺഗ്രസ് ഓഫീസിൽ എത്താൻ ആഹ്വാനം ചെയ്തു എന്നും പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല എന്നുമൊക്കെയാണ് ഈ അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത്. അവർ വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് ഇത് ആസൂത്രിതമായി കോൺഗ്രസ് ഓഫീസ് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബി.ജെ.പി പ്ലാൻ ചെയ്തൊരു പദ്ധതിയാണ്. ഹിന്ദുവിനെതിരെ രാഹുൽ ഗാന്ധി സംസാരിച്ചു, അതിനെതിരെയുള്ള പ്രതിഷേധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഈ സംഘപരിവാർ അനുകൂലികളുടെ ഈ ആക്രമണം നടന്നത്. എങ്കിലും ഗുജറാത്ത് പിടിച്ചെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിലുള്ള ഭയവും
അതുപോലെ തന്നെ ആശങ്കയും വെപ്രാളവും ഒക്കെയാണ് ഇങ്ങനെയൊരു ആക്രമണത്തിൽ കലാശിച്ചത്. അതായത് കോൺഗ്രസ്സുകാരെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്തുക. അങ്ങനെയാണ് അവർ ഈ ആക്രമണം നടത്തിയതെങ്കിൽ തെല്ലും ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ സംഭവ സ്ഥലത്തെത്തി. അവിടെയുള്ള ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി രാഹുൽ ഗാന്ധി വീണ്ടും പറഞ്ഞു, ഗുജറാത്ത് ഞങ്ങൾ പിടിക്കും, ഗുജറാത്തിലെ ഭരണം ഞങ്ങൾ കൈയാളും. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് BJPക്കെതിരെ ശക്തമായ നിലപാടുമായി താൻ ഉറച്ചു തന്നെ നിൽക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതായത് രാഹുൽ ഗാന്ധി ഒട്ടും ഭയന്നിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്രമാണ് ഗുജറാത്ത്. രാഹുൽ ഗാന്ധിക്ക് അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പൊടുന്നനെ വന്നിട്ട് പറയുകയാണ്, മോദിയെ പ്രധാനമന്ത്രിയാക്കിയ സംസ്ഥാനം, നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനം, അത് ഞങ്ങൾ പിടിക്കും. അത് BJP കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയൊരു വിറയലുണ്ടല്ലോ, ഭയപ്പാടുണ്ടല്ലോ, ഞെട്ടലുണ്ടല്ലോ, അതാണ് ഈ ആക്രമണം എന്ന രൂപത്തിലൊക്കെ നമ്മൾ കാണുന്നത്. അവിടെ രാജീവ് ഗാന്ധി ഭവനിലേക്ക് അതിക്രമം നടത്തിയതിന് ശേഷം കല്ലേറുണ്ടായി. അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ തെരുവിൽ തല്ലുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ, പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഓഫീസിന് നേരെ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായിട്ട് അതൊരു വലിയ ചർച്ചയാക്കാൻ പോലും മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് ഗോദി മീഡിയ എത്രത്തോളം ഭയക്കുന്നു BJPയെ എന്നതിൻ്റെ കൂടി തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയെ, കോൺഗ്രസിനെ ഗുജറാത്തിൽ ഭയപ്പെടുത്താൻ പാർട്ടി ഓഫീസ് തല്ലിപ്പൊളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് രാഹുൽ ഗാന്ധി തീർത്തു പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം അത് തെളിയിച്ചു. BJPക്കും അമിത്ഷായ്ക്കുമൊക്കെ എന്നും ഒരു വെല്ലുവിളിയായി കോൺഗ്രസും താനുമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് വ്യക്തമായി, ശക്തമായി തെളിയിച്ചിരിക്കുകയാണ് തൻ്റെ ഇടപെടലിലൂടെ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളുടെ പൂർണ്ണരൂപം കൂടി പ്രേക്ഷകർ കാണുക. എത്രത്തോളം കരുത്തനായാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്, ഗുജറാത്ത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്കുള്ള കോൺഫിഡൻസ് എത്രത്തോളമാണ്, അത് മോദിക്ക് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. ആ പ്രസംഗം കൂടി ഒന്ന് കാണുക. तो अब आपका काम है गुजरात को विजन देना, गुजरात के युवाओं को, किसानों को, मजदूरों को, माताओं बहनों को विजन देना कि भैया हम आपके लिए ये करने जा रहे हैं। आपने हमारा मैनिफेस्टो देखा, हिला के रख दिया था बीजेपी को, आपने देखा? वैसा मैनिफेस्टो बनाना है गुजरात के लिए। गुजरात की जनता से मिलकर 1 लाख लोगों ने हमारा मैनिफेस्टो बनाया था। वैसे ही हम गुजरात में लाखों लोगों से पूछकर अपना मैनिफेस्टो बनाएंगे, गुजरात को विजन देंगे और फिर चुनाव पूरा दम लगा के लड़ेंगे और यहां इनकी जो सरकार है उसको तोड़ के हटप्परे कर देंगे। वो गुब्बारा जो था वो फट गया है, फटाक से वो फट गया है। आप सोचिए, पार्लियामेंट हाउस में नरेंद्र मोदी वहां बैठे, मैं यहां, और मैंने प्रधानमंत्री जी उनके सामने कहा कि नरेंद्र मोदी जी, आप एक व्यक्ति भी नहीं कह सकता हूं, पता नहीं आप क्या हैं, क्योंकि आपने ही कहा कि मैं नॉन बायोलॉजिकल हूं, मैं बायोलॉजिकल नहीं हूं, और मेरा सीधा डायरेक्ट कनेक्शन है ईश्वर से। अरे भैया, आपका डायरेक्ट कनेक्शन है ईश्वर से, तो अयोध्या कैसे हार गए? कैसे हार गए? तो हमारे प्रधानमंत्री सोचते हैं कि बाकी सब लोग बायोलॉजिकल, गुजरात की जनता बायोलॉजिकल, गांधी जी बायोलॉजिकल, हिंदुस्तान के किसान मजदूर सब लोग बायोलॉजिकल, और नरेंद्र मोदी नॉन बायोलॉजिकल। स्पीकर सर ने मुझे कहा, ऐसे मत बोलिए। मैंने कहा, मैं थोड़ी बोल रहा हूं, ये तो प्रधानमंत्री बोल रहे थे, मैं तो उनकी बात कर रहा हूं। स्पीकर बिल्कुल चुप हो गए। बात तो सही है, बात तो सही है, ये राहुल गांधी के शब्द थोड़ी है, ये तो हिंदुस्तान के प्रधानमंत्री के शब्द हैं, नॉन बायोलॉजिकल। अब सोचिए, वो व्यक्ति जो अपने आप को नॉन बायोलॉजिकल समझता है और देश की जनता को बायोलॉजिकल समझता है,
कि मतलब मैं यहां और बाकी जनता वहां, वो गुजरात को विजन कैसे दे सकता है? जो किसानों का दर्द नहीं समझ सकता, मजदूरों का दर्द नहीं समझ सकता, डायमंड इंडस्ट्री में जो काम करते हैं उनका दर्द नहीं समझ सकता, नॉन बायोलॉजिकल व्यक्ति, वो गुजरात को कैसे रास्ता दिखा सकता है? नहीं दिखा सकता। मैं आपको बता रहा हूं, कांग्रेस पार्टी गुजरात में जीतेगी और गुजरात से ही नई कांग्रेस पार्टी बनेगी। क्योंकि कांग्रेस पार्टी, मैं गहरी बात बोल रहा हूं, मैं ऐसी आलतू फालतू बात नहीं करता हूं। देखिए, कांग्रेस पार्टी बनी कहां थी? मतलब हमारे जो सबसे बड़े नेता थे, जिन्होंने रास्ता दिखाया था, आप क्या सोचते हो, जब यहां अंग्रेज राज करते थे क्या डर नहीं था? गुजरात के व्यक्ति ने कहा था, महात्मा गांधी ने देश को कहा कि देखो, डरो मत, डराओ मत। और आग गुजरात से शुरू हुई थी। और आज अगर कांग्रेस पार्टी है तो वो पार्टी, वो भावना, वो सोच गुजरात से शुरू हुई। अंग्रेजों के साथ ये खड़े हो गए थे सारे के सारे आरएसएस वाले। हम लड़े थे, हमने कहा, देश से हमने कहा था डरो मत, डराओ मत, हमने कहा था। बीजेपी के लोगों ने हाथ जोड़ के कहा था भैया डर गए हम, जो करना है कर लो। बीजेपी में नरेंद्र मोदी बैठे हैं, उनकी पूरी टीम बैठी है उनके सामने। मैं आपको इंटरनल बात बता रहा हूं, उनमें से कोई नरेंद्र मोदी को नहीं चाहता, मगर कोई नहीं चाहता। मतलब पूरी लीडरशिप टीम देख लो, आगे बैठी है। मैं बता रहा हूं आपको, अंदर की बात बता रहा हूं, इनसाइड ट्रैक दे रहा हूं, कोई नहीं चाहता, मगर दम नहीं है, डरते हैं। अगर नरेंद्र मोदी जैसा लीडर कांग्रेस पार्टी में होता, पूरी कांग्रेस पार्टी खड़े हो जाती, कहती है नहीं हम डरते नहीं है, हटो यहां से। मगर उनकी पार्टी में दम ही नहीं है, उनके कार्यकर्ताओं में दम नहीं है। आप देखो ना, एक आदमी खड़ा है वहां पे, सबकी हवा निकल गई। मतलब कार्यकर्ताओं की हवा निकल गई, आरएसएस की हवा निकल गई, सारे लीडर्स की हवा निकल गई। सच बोल रहा हूं ना। और हमारे मतलब छोटा कार्यकर्ता होता है, टाइगर होता है, आता है कांग्रेस प्रेसिडेंट के सामने, आता है राहुल गांधी के सामने, आता है, कहता है भैया मेरे दिल में ये बात है, आपको ना लगे मैं तो बोल रहा हूं। तो ये है कांग्रेस पार्टी।